ഒരാളുടെ ജീവിതത്തിന്റെ മൂല്യം നിർണ്ണയിക്കപ്പെടുന്നത് മരണാനന്തരം മറ്റു മനുഷ്യർ അയാളെ എങ്ങനെ ഓർക്കുന്നു എന്നതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ്. ഇത് വായിച്ചപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് റോബിൻ ശർമ്മയുടെ ഹൂ വിൽ ക്രൈ വെൻ യു ഡൈ എന്ന് പറയുന്ന പുസ്തകമാണ്. അതിൻ്റെ അകത്ത് അദ്ദേഹം ഉന്നയിക്കുന്ന ഒരു ചോദ്യമുണ്ട്: നീ മരിക്കുമ്പോൾ ആര് കരയും? അപ്പം ഞാൻ ചിന്തിച്ചായിരുന്നു, ഞാൻ മരിക്കുമ്പോൾ ആരെങ്കിലുമൊക്കെ കരയുമോ എന്ന്. ആക്ച്വലി നമ്മൾ മരിക്കുമ്പോൾ ആരുടെയെങ്കിലുമൊക്കെ ലൈഫിൽ നമ്മൾ എന്തെങ്കിലും ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അവർ കരയും. ആരുടെയെങ്കിലുമൊക്കെ ജീവിതം ശൂന്യമായതുപോലെ തോന്നുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവൾ ആരൊക്കെയോ ആയിരുന്നു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, ദാറ്റ്സ് അവർ സക്സസ്. പക്ഷേ അവൾ മരിച്ചാൽ ഇപ്പം എന്താണ് എന്നുള്ള ഒരു ഇതാണെങ്കിൽ നമ്മളുടെ ലൈഫ് വാസ് വാല്യൂലെസ്, മീനിങ്ലെസ് അല്ലേ? നമ്മളിവിടെ ജീവിച്ചിരുന്നപ്പം ആർക്കൊക്കെയോ എന്തൊക്കെയൊക്കെയോ ചെയ്തിട്ടുണ്ടെങ്കിൽ പീപ്പിൾ വിൽ റിമെമ്പർ അസ്. പക്ഷേ ഇപ്പം നിങ്ങൾ ചിന്തിച്ച് നോക്ക്, നിങ്ങൾ മരിച്ചാൽ ആരെങ്കിലും കരയുമോ എന്ന് ചിന്തിച്ചാൽ ആരും കരയില്ല എന്നാണ് ഉത്തരം കിട്ടുന്നതെങ്കിൽ, ട്രസ്റ്റ് മീ, യു ഹാവ് ടു വർക്ക് ഓൺ യുവർ ലൈഫ്, ബിക്കോസ് ദാറ്റ്സ് നോട്ട് ഗുഡ്. നമ്മൾ കുറച്ച് ആളുകളുടെയെങ്കിലും ലൈഫിൽ എന്തെങ്കിലും ഇമ്പാക്റ്റ് ഉണ്ടാക്കണം, അറ്റ്ലീസ്റ്റ് പീപ്പിൾ അറൗണ്ട് യു. കാരണം നമ്മൾ പോയാലും ആർക്കൊക്കെയോ എന്തൊക്കെയോ മിസ് ചെയ്യുന്ന പോലെ തോന്നും, അല്ലെങ്കിൽ ആരുടെയൊക്കെയോ ലൈഫ് ശൂന്യമായതുപോലെ തോന്നുമെങ്കിൽ അത് ശരിക്കും നമ്മളുടെ സക്സസ് തന്നെയാണ്. ദാറ്റ്സ് ഹൗ ഇറ്റ് ഷുഡ് ബി. ആൻഡ് നീ മരിക്കുമ്പോൾ ലോകം കരയണം എന്നൊക്കെയാണ് അദ്ദേഹം അതിൻ്റെ അകത്ത് പറയുന്നതെങ്കിലും, അത്രയൊക്കെ ചെയ്തില്ലെങ്കിലും നിങ്ങളുടെ ലോകത്തിലുള്ള കുറച്ച് ആളുകളെങ്കിലും കരയത്തക്കതായിട്ട്, കരയാൻ പാകത്തിന് യു ഹാവ് ടു ഡു സംതിങ് ഗുഡ്.